എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബർ സാറാണ്. ഞാനിപ്പോൾ വന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഓർ NDA ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ടുള്ളൊരു അവബോധം നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ വളരെ കുറവാണ്. അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിക്ക കുട്ടികളുടെയും സാധ്യത നഷ്ടപ്പെടാറുമുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാവാതെ ഇതിൻ്റെ മുൻപേ തന്നെ ഇതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തി എക്സാമിന് എത്താൻ വേണ്ടി മാക്സിമം ആൾക്കാരിലോട്ട് ഇതൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഇതാരാണോ കാണുന്നത് ഇത് ആവശ്യമുള്ളതിലോട്ട് നിങ്ങൾ തന്നെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പം നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എയർഫോഴ്സ്, നേവി, ആർമി ഈ മൂന്നിടങ്ങളിലോട്ട് നമുക്ക് ജോലിക്ക് വേണ്ടി പോകുന്നവർ ഈ എക്സാം പാസ്സായി പോയാൽ വളരെ എളുപ്പത്തിലാണ് സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാം, ഉടൻ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്ന ഡേറ്റിൽ. അപ്പോൾ ഫസ്റ്റ് എക്സാമിനാണെങ്കിൽ ഇന്ന ഡേറ്റിൽ 16-നും 19-നും ഏജിനിടയ്ക്കുള്ളവർക്ക് 12ാം ക്ലാസ് കഴിഞ്ഞവർക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത്. മിക്ക കുട്ടികളും ഇത് ആ 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്കെല്ലാം 12th കഴിയുന്ന കുട്ടികൾക്കെല്ലാം ഈ ഏജൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതുന്നതിനൊന്നും ആ ഏജ് ഒരു പ്രോബ്ലം ആവാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് 2 എക്സാംസുകൾ എഴുതാനുള്ള സാധ്യതയുണ്ട്, മീൻസ് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എക്സാമിന് ഇത്തിരി മോശമാണെങ്കിലും രണ്ടാമത്തെ എക്സാമിനെ അറിഞ്ഞ് പഠിച്ച് നമുക്ക് നല്ല കൃത്യമായിട്ട് എഴുതാനുള്ളൊരു അവസരം തരുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. നമ്മൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടിക്കാറുള്ളതാണ്. ആദ്യമായിട്ടായിപ്പോയി, അതുകൊണ്ടൊന്നും നമുക്ക് ശരിയായിട്ട് മനസ്സിലായില്ല എക്സാമിനെക്കുറിച്ച്. ഇവിടെ നമുക്ക് അതുമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി 2 എക്സാംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരും ജോലിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് നമ്മൾ കാശ് മുടക്കി പോകുന്നൊരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കി ഇതിനുള്ളിൽ കൂടി നമുക്ക് ഈ 3 മീൻസ് ആർമി, എയർഫോഴ്സ്, നേവി ഈ 3 പോകാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അതിന് നമുക്ക് അത്ര ചെറിയ കാര്യമല്ല അവിടെ എത്തിപ്പെടാൻ. അതിന് 2 ഘട്ടങ്ങളിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ റിട്ടൺ എക്സാം, രണ്ടാമത്തെ SSB ഇൻ്റർവ്യൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റിട്ടൺ എക്സാമിനെ കുറിച്ചാണ്. SSB ഇൻ്റർവ്യൂവിൻ്റെ ഉടൻ തന്നെ അടുത്ത ക്ലാസ് വരും, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് റിട്ടൺ എക്സാംസിന് 2 നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. പേപ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതായിരിക്കാം, GAT, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മാത്സിന് നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിടത്തെയും ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണെന്നുള്ളത് കിട്ടി. ഇനി ഇതിൻ്റെ ടോട്ടൽ മാർക്ക്, മാത്സിന് കിട്ടേണ്ട ടോട്ടൽ മാർക്സ് 300 മാർക്കാണ്. ഇതിനാണ് ടോട്ടൽ മാർക്സ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ 600 ആണ്. അപ്പോൾ 300ഉം 600ഉം തമ്മിൽ ചേരുമ്പോൾ 900, 900. ഇതാണ് നമ്മുടെ ടോട്ടൽ മാർക്കായിട്ട് NDA എക്സാമിൻ്റെ ഇത് കിട്ടുന്നത്. ഇതിന് 700, 600 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, നല്ല മാർഗ്ഗമായിരിക്കും. ഞാൻ പറഞ്ഞ അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല, നല്ല ഒത്തിരി പേർക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. നെഗറ്റീവ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.83 മൈനസ്, ഇവിടെ വരുന്നത് -1.33 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിയാൽ ഇവിടെ നിന്നും പോകുന്നത് -1.33 ആണ്. ഇവിടെ നിന്ന് പോകുന്നത് മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 0.83. കാരണം കേട്ടോണേ, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 2.5 മാർക്ക് വെച്ചാണ്. അങ്ങനെയാണ് 120 × 2.5 300 ആവുന്നത്. ഇവിടെ ആകുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 180 ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചാണ്. അതാണ് 180 × 4 600 ആവുന്നത്. ഇതിൻ്റെ 1/3 ആണ് നമ്മുടെ നെഗറ്റീവ് മാർക്ക്. 1/3 ഓഫ് 4 അതാണ് 1.33. ഇവിടുത്തെയും 2.5യുടെ 1/3 3/1 ഈ -0.83. അപ്പോൾ ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് മാർക്സിനെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സാംസിനെ കുറിച്ചൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഇന്നത്തെ ഈ GAT എന്ന് പറയുന്ന പേപ്പറിനുള്ളിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തും 2 സെക്ഷനായിട്ടാണ്. ഒന്ന് ഇംഗ്ലീഷ്, ഓക്കെ, 2 വരുന്നത് ജനറൽ സയൻസ് ആണ്. ഓക്കെ, ഈ 2 ചേരുന്നതാണ് GAT.
ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ഇംഗ്ലീഷിനാണ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, എല്ലാം കൂടി ചേരുന്നതാണ് ജനറൽ സയൻസ്. ഇനി ഇതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നത് +2 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, +1 ആവശ്യം ഇല്ല. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിനാണ് മാർക്ക് വരുന്നത്. ഇംഗ്ലീഷിന് നമുക്ക് 200 മാർക്കോളം വരുന്നുണ്ട്, മീൻസ് 50 ചോദ്യങ്ങൾ. ഇവിടെ ഫിസിക്സിനും കെമിസ്ട്രിക്കും വരുന്നത്, ഫിസിക്സിന് നമുക്ക് 100 മാർക്ക് വരുന്നുണ്ട്, കെമിസ്ട്രിക്ക് 80 മാർക്കാണ് വരുന്നത്. ബാക്കിയൊക്കെ ഇതേപോലൊക്കെ തന്നെയാണ്, കുറച്ച് മാർക്സുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഇങ്ങനെയാണ് 600 മാർക്കിനെ എത്തിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലത് നോക്കേണ്ടത്. നിങ്ങൾ നല്ലതുപോലെ നമ്മുടെ 10ാം ക്ലാസ് തൊട്ടേ ഉള്ളൂ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ഇത് ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് 25% ആണ്. നമുക്ക് ടോട്ടൽ മാർക്സിൻ്റെ 25%, മീൻസ് ഓരോ സബ്ജക്റ്റിനും 25% ഉണ്ടെങ്കിലേ നമ്മളിത് ക്വാളിഫൈങ് ആകത്തുള്ളൂ, ജയിക്കത്തുള്ളൂ. നമ്മൾ ഓരോ എക്സാം എഴുതുമ്പോൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എന്ന് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇത് 25% ആണ്, മീൻസ് 4 മാർക്ക് വാങ്ങിച്ചാൽ ജയിച്ചു. 100ൽ 25 മാർക്ക് എന്നുള്ള കണക്കിൽ നമുക്ക് കിട്ടിയിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത ഒരു സെഷനിലോട്ട്, വളരെ ബുദ്ധിമുട്ടായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അത്ര കുഴപ്പമില്ലാത്തൊരു ഇൻ്റർവ്യൂവിലോട്ട് നമ്മൾ ചേരുന്നത്. SSB ഇൻ്റർവ്യൂ ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഉടൻ തന്നെ നിങ്ങളോട് അറിയിക്കും. അതും അത്ര എളുപ്പമല്ല, ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണത്. അതോടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം പഠിച്ചു തുടങ്ങുകയാണ്, ജോലി ചെയ്യാനല്ല, പഠിച്ചു തുടങ്ങുകയാണ്, നമ്മളെ പഠിപ്പിച്ച് അവരെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് NDA കുറിച്ച് ഒന്ന് ചെറുതായിട്ട് നിങ്ങളോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അത്രയും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല. എളുപ്പം ഇതൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എളുപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കേൾക്കുക, അറിയുക, അത്രയേ ഉള്ളൂ. ടൈം ഒന്നുമില്ല. ഈ വർഷത്തേത് നമ്മുടെ ടൈം ആവുന്നുണ്ട്, ഡിസംബർ 10 ആരും മറക്കണ്ട. ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഗുഡ് ബൈ.